സാമൂഹ്യ നിരീക്ഷകനും ഒപ്പം മാളവിക ബിന്നി അധ്യാപികയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ശക്തമായ വാദങ്ങളാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഇന്നത്തെ ഈ ചുറ്റുപാടിൽ കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ആ വിധി പ്രസ്താവത്തിനായി കാത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയുള്ള അതേ നിലയിലുള്ള വാദങ്ങളാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ടീം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായിരിക്കാം പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി സംസാരിച്ചു എന്ന് അദ്ദേഹവും അംഗീകരിക്കുന്നതാണ്, നമ്മളെല്ലാം അംഗീകരിക്കുന്നതാണ്. അദ്ദേഹത്തെ ആരും ന്യായീകരിച്ചില്ല എന്നും കൂടെ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാനായി എനിക്ക് വന്ന് അങ്ങേക്ക് മുമ്പിൽ ഒരു സാങ്കേതിക വാദം പറയുമായിരുന്നു. ഷഫാഖ് നാസ് എന്ന് പറയുന്ന ഹണി റോസിനെ പോലെ തന്നെ സുന്ദരിയായ മറ്റൊരു നടിയെയാണ് യഥാർത്ഥത്തിൽ ബോച്ചെ ഉദ്ദേശിച്ചതെന്നും മഹാഭാരതത്തിൽ സ്റ്റാർ പ്ലസിൽ അവരാണ് കുന്തിയായി അഭിനയിച്ചതെന്നും ഒക്കെ വേണമെങ്കിൽ കണ്ണടച്ചുകൊണ്ട് എനിക്ക് പറയാമായിരുന്നു. ഞാനത് പറയുന്നില്ല. പകരം അത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞു ദ്വയാർത്ഥ പ്രയോഗമാണ്, അത് പിൻവലിക്കണം. അദ്ദേഹം ക്ഷമ പറയണമെന്ന് മാതൃഭൂമി ന്യൂസിൽ തന്നെ ആവശ്യപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇതിന്റെ പേരിൽ 1 വർഷം ബോച്ചെ ജയിലിലിടണം എന്ന് ശ്രീ പ്രജീഷിനെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹണി റോസിനോടും ബഹുമാന പുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്. ഹണി റോസ് എനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു, അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ 1 വർഷം ഒരാളെ ജയിലിൽ ഇടാൻ തക്ക ഒരു കാര്യത്തിലേക്കാണ് ഇത് പോകുന്നതെന്ന് ഹണി റോസിനെങ്കിലും അഭിപ്രായമുണ്ടോ? ബോച്ചയെ 1 വർഷം ജയിലിലിടണം. ഭാരതീയ ന്യായ സംഹിത 75-ാം വകുപ്പ് 4-ാം ഉപവകുപ്പ് പ്രകാരം 1 വർഷം ഒരാളെ ജയിലിലിടണം. ഈ തമാശ പറഞ്ഞിരുന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മോൺസ്റ്ററിൽ ലാലേട്ടനും ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യയും അടക്കം സമാനമായി ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റായി തമാശ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ സിനിമയ്ക്കുള്ളിൽ എന്തുമാകാമെന്നാണോ ഒരു സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി കോടതിയിലേക്ക് വരുന്നത്? അപ്പോൾ ആ വിക്ടിമിന് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തീരാവുന്ന പ്രശ്നമാണോ ഇത്? സമാനമായ എത്രയോ കേസുകൾ നടക്കുന്ന ഒരു നാടാണെന്ന്. അപ്പോൾ ഒരു മാപ്പ് താങ്കൾ പറയുന്ന, താങ്കൾ എങ്ങനെയാണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ശുപാർശ നടിക്ക് നൽകാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ്? അല്ലാതെ എന്താണ് അതിലെ വഴി? ഹണി റോസിനെ അതുകൊണ്ടാണ്. ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. നാളെ അവരുടെ സിനിമ ഇറങ്ങുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. റീച്ചൽ എന്ന സിനിമ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഏതാനും സമയത്തിന് മുമ്പ് അങ്ങനെ ഒരു തമാശ പറഞ്ഞതിന് 1 വർഷം ബോച്ചയെ ജയിലിലിടണം എന്നൊരു കാഴ്ചപ്പാട് ഹണി റോസിനുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹണി റോസിനെ ചോദിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. രാഹുൽ ഈശ്വർ ഇന്നത്തെ അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് രാഹുൽ ഈശ്വറിന്റെ പേര് പറഞ്ഞുള്ള ഒരു കൺസേണും വിമർശനവുമാണ് അവർ ഉന്നയിക്കുന്നത്. അതിലെന്താണ് ചോദിക്കുന്നത്? ഈ ഭാഷയിൽ കാണുന്ന താങ്കളുടെ ഈ നിയന്ത്രിക്കാനുള്ള ശേഷിയൊന്നും ഈ വസ്ത്രധാരണത്തിൽ അത് ഇല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ ഇത്? ആ വസ്ത്രധാരണം മാന്യവും, വാക്കുകൾ സംസാരിക്കുമ്പോൾ മാന്യത വേണമെന്ന് പ്രജീഷ് പറയുന്നില്ലേ? അതേപോലെ വസ്ത്രധാരണത്തിന് മാന്യത വേണ്ടേ? വാക്കുകൾ സംസാരിക്കണം, മിതത്വം വേണം. വസ്ത്രധാരണത്തിന് ഒരാളുടെ മാന്യത നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അത് ഓഡിറ്റിങ്ങിന് അവൻ മാന്യനാണ് എന്ന് നിർണ്ണയിക്കുന്നത് അവന്റെ വസ്ത്രധാരണത്തിലൂടെയാണോ? അത് എവിടെ നിന്നാണ് താങ്കൾ അത് പഠിച്ചത്? വാക്കുകളിലോ? അപ്പൊ വാക്കുകൾ നിർമ്മിക്കുന്നതോ? വാക്കുകൾക്ക് മിതത്വം വേണമെങ്കിൽ വസ്ത്രധാരണത്തിനും മിതത്വം വേണമെന്ന് പറഞ്ഞൂടെ? ആർട്ടിക്കിൾ 19(1) താഴെ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഇല്ലേ? അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വസ്ത്ര സ്വാതന്ത്ര്യത്തിനും പൊതുജനങ്ങളുടെ ഇടപെടലിനും എല്ലാം ബാധകമാണ്. ഞാൻ ഹണിയെ വിമർശിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ലൈംഗിക കിതാബിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യന്റെ അവകാശങ്ങളും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും. ഞാൻ ചോദിക്കട്ടെ, ഹണി റോസിന്റെ വസ്ത്രധാരണം മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഹാനികരമായ അവസ്ഥ എന്താണ്? ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുന്ന വളർന്നു വരുന്ന പെൺകുട്ടികളില്ലേ, പ്രായമായ സമൂഹമില്ലേ, അച്ഛനമ്മമാരില്ലേ, വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരില്ലേ, ഒരു പൊതുവേദിയിൽ സാരി ഏറ്റവും എക്സ്പോസിങ്ങോ അല്ലെങ്കിൽ ഏറ്റവും സഭ്യമല്ലാത്ത രീതിയിലാണ് ഉടുക്കുന്നതെങ്കിൽ, അതിന്റെ വൾഗറായ ആംഗിളുകളാണെങ്കിൽ അതിനെതിരെ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വരില്ലേ? സാരി നമ്മുടെ ആർഷഭാരത സംസ്കാരമാണ്. പക്ഷെ ടിപ്പ് ബർസാപാനിയിൽ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ ഈ അരക്ഷിതാവസ്ഥയൊക്കെ പ്രകടിപ്പിച്ചത് ആരാണ്? ഈ കഴിഞ്ഞ നാളുകളിൽ ഇതേ ഹാൻഡിലിൽ കൊണ്ടുവന്ന് ഹണി റോസിന്റെ ആ ഫേസ്ബുക്ക് വാളിലൊക്കെ പേസ്റ്റ് ചെയ്ത ആളുകളാണ്. അവരൊക്കെ പറഞ്ഞ അതേ ഭാഷയിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയെങ്കിൽ ഒരിക്കലുമല്ല, നേരെ തിരിച്ചല്ലേ. ഒരിക്കലും ബോച്ചയെ ന്യായീകരിക്കുകയല്ല, ഒരിക്കലും വൈകൃതമുള്ള കമന്റിന് നേരെ ന്യായീകരിക്കുകയല്ല. അതിന്റെ സാഹചര്യം കൊടുക്കരുത് സുഹൃത്തെ എന്ന് പറയുകയാണ്. ഞാനൊരു സദാചാര ആംഗളയൊന്നും അല്ല. അതുകൊണ്ട് ഹണി റോസിന്റെ സുഹൃത്തോ അല്ലെങ്കിൽ പരിചയക്കാരനോ അല്ലെങ്കിൽ സമൂഹത്തിലൊരു വ്യക്തിയായി നിന്നുകൊണ്ട് അത്തരക്കാർക്ക് കൂടുതൽ പറയാനുള്ള അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കണം എന്ന് പറയുന്നത് ഹണി റോസിനോടുള്ള ബഹുമാനം കൂടി കൊണ്ടല്ലേ? വസ്ത്രധാരണം ധരിക്കുമ്പോൾ ചില മിതത്വങ്ങളും മയവും വേണമെന്ന് പറയുന്നത് അമ്മയെ തല്ലിയാലും ഈ രണ്ടഭിപ്രായം അറിയാമല്ലോ, രണ്ടഭിപ്രായമുള്ള നാടാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കൺസേൺ? ഇവിടെ ഒരു അട്രോസിറ്റി നേരിടുന്ന അല്ലെങ്കിൽ ഒരു ഇരയാക്കപ്പെട്ട ഒരു വിക്ടിമിന്റെ പരിവേഷമുള്ള ഒരാൾക്ക് കൊടുക്കാവുന്ന എല്ലാ പരിഗണനയും കൊടുക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ് ഇവിടെ.
താങ്കൾ എന്തെങ്കിലും അങ്ങനെ ഒരു കേരളത്തിൽ ഏതെങ്കിലും ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്കൊപ്പം നിന്നതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ രാഹുൽ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ 2 വർഷത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ നിലപാടായിരുന്നു എല്ലാം ശരി. അത് ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ, ഇനിയും ദിലീപിന്റെ കാര്യത്തിൽ പ്രൂവ് ചെയ്യപ്പെടും, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഉമർ ലുലുവിന്റെ കാര്യത്തിൽ, രഞ്ജിത്തിന്റെ കാര്യത്തിൽ കോടതി ക്ലാസിക് കള്ളക്കേസാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിന്റെ കാര്യത്തിൽ ക്ലാസിക് കള്ളക്കേസാണ്. ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ ഈ ആണുങ്ങൾ ഒരു സോഫ്റ്റ് ടാർഗറ്റായി മാറരുത്. നാളെ പ്രജീഷിനും രാഹുൽ ഈശ്വറിനും അത് ബാധകമാണ്. നമ്മളെയും വേട്ടയാടും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെയും പുറകെ നടന്ന് വേട്ടയാടുന്ന ഒരു സമൂഹം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ന്യായീകരിക്കുകയല്ല. പക്ഷേ എത്രയോ കേസിൽ, കാരണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്തെങ്കിലും തരത്തിൽ ആ അതിജീവിതയുടെ കൺസേൺ രാഹുൽ ഈശ്വർ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? അതൊന്ന്. പിന്നെ എത്രയോ കേസുകൾ വന്നു. അപ്പോൾ ഈ ഇരകളുടെ പരിവേഷത്തോടുകൂടി ഇരകൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന രാഹുൽ ഈശ്വറിന് പിന്നിൽ എന്താണ് ചേതോ വികാരം എന്ന്, ഇതിലൂടെ കിട്ടുന്ന സംതൃപ്തി എന്താണ് എന്ന് ഇന്നത്തെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ ആ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നെങ്കിൽ അതിൽ തെല്ല് പോലും ന്യായമില്ല എന്ന് നമുക്ക് അങ്ങ് കണ്ണടച്ച് പറയാൻ കഴിയുമോ? ശ്രീ രാഹുൽ ഈശ്വർ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. പുരുഷന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. ഹണി റോസിന് ഒരു പ്രശ്നം വന്നാൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേരിട്ട് വിളിക്കാറുണ്ട്. എന്നാൽ നവീന്റെ വീട്ടിൽ അദ്ദേഹം വിളിച്ചോ? എനിക്കറിയില്ല, സംശയമുണ്ട്. പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ നാട്ടിൽ ആരുമില്ല. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാതിയെങ്കിലും അവർ ഉയർത്തിയാൽ മാതൃഭൂമി ചാടി വീഴും, മുഖ്യധാരാ മാധ്യമങ്ങൾ ചാടി വീഴും, കോടതി വരും, മുഖ്യമന്ത്രി വരും, മാധ്യമങ്ങൾ വരും, പോലീസിന്റെ പടം. ഡ്രസ്സിംഗിന്റെ അളവുകോൽ എന്താണ് രാഹുൽ ഈശ്വർ? ഒറ്റ കാര്യം, ഈ ഡ്രസ്സിംഗിന്റെ, രാഹുൽ പറയുന്ന ഡ്രസ്സിംഗിന്റെ അളവുകോൽ എന്താണ്? രാഹുലിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുമ്പോൾ അവൾ എങ്ങനെ നടക്കണം എന്നാണ് രാഹുൽ പറയുന്നത്? അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, പക്ഷെ സഭ്യതയും മാന്യതയും വേണം. ശരീരഭാഗങ്ങളെ ഏറ്റവും നല്ല ഭാഷ കൂടെ പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം കൂടി എടുത്ത് പറയാം. അമല പോൾ എന്ന നടി എറണാകുളത്തിലെ ഒരു പ്രമുഖ കോളേജിൽ പോയി വളരെ ലോ നെക്ലൈനും ക്ലീവേജ് കാണിക്കുന്ന ഒരു വസ്ത്രമാണ് ഇട്ടത്. ഒരു സരസ്വതി ക്ഷേത്രം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കോളേജിൽ ആ വസ്ത്രം ഇട്ട് പോകരുത് എന്ന വിമർശനം പറയും. പൊതുവേദിയിൽ ഹണി റോസ് വരുമ്പോൾ വൾഗറായ ആംഗിളുകളിൽ നിന്നാണ് പലപ്പോഴും വീഡിയോയും ഫോട്ടോ എടുക്കുന്നത്. ആ വൾഗറായ ഏത് ആംഗിൾ ആണെന്ന് രാഹുൽ ഈശ്വറിന്റെ അല്ലാത്ത ഭാഷ കാഴ്ചപ്പാടിന് അല്ലാത്ത ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിക്കും, വേണമെങ്കിൽ അവളെ മോശം രീതിയിൽ അവളെ സ്പർശിക്കും. അതൊക്കെ അവിടെ നേരിടേണ്ടി വരും, നേരിടണം എന്ന ഭാഷ കൂടി അതിനകത്തുണ്ട്. ഒരിക്കലുമല്ല, സ്പർശനം മറ്റൊരു ലെവൽ തന്നെയാണ്. സ്പർശിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്, അങ്ങനെ തന്നെ ആകണം. പക്ഷേ പണ്ട് നമ്മുടെ IPS കാരൻ ഋഷാദ് സിംഗ് സാർ പറഞ്ഞതുപോലെ 14 സെക്കൻഡ് നോക്കിയാൽ കേസ് എടുക്കണമെന്നൊക്കെ പറയുന്നത് പ്രായോഗികമല്ല. അവിടെയാണ് സ്ത്രീകളുടെ ശരീരത്തിലും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലും കുറച്ച് മാന്യത വേണം. സ്ത്രീ പരിപാടിയിൽ ഞാൻ ആ ചാനലിന്റെ അല്ലെങ്കിൽ 10-15 വർഷം 10 അറിയില്ല അല്ലേ, എന്തായാലും ഒരു 15 മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുത്താണല്ലോ. വളരെ നവോത്ഥാനമൊക്കെ ഉന്നയിക്കപ്പെടുന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തതാണ്. അപ്പോൾ താങ്കൾക്ക് അന്ന് കൂടെ ഉണ്ടായിരുന്ന, അന്ന് കുറച്ചു നാളൊക്കെ വിട്ടുനിന്ന് ആ കേന്ദ്രത്തിൽ പാർത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ താങ്കൾക്ക് ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി? അവരുടെയൊക്കെ വസ്ത്രധാരണമൊക്കെ താങ്കൾ നിശ്ചയിക്കപ്പെട്ട രീതിയിലൊക്കെ ആയിരുന്നോ? ഇല്ല, മലയാളി ഹൗസിൽ 11 വർഷം മുമ്പാണ്, 2013 അതിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. ബിഗ് ബോസിന്റെ ആദ്യ രൂപമാണ് മലയാളി ഹൗസ്. അന്ന് എന്നെ ഈ ഒരുപാട് ലിബറലുകൾ വിമർശിച്ചിട്ടുണ്ട്, അത് മറ്റൊരു വിഷയം. പക്ഷെ അവിടെയും നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ്? എങ്ങനെ വേണമെങ്കിൽ പോകാം, അതിന് പരിധികൾ വേണം. സമൂഹത്തിൽ എല്ലാ കാര്യത്തിനും ലക്ഷ്മണ രേഖകൾ വേണം. ഈ ലക്ഷ്മണ രേഖ വരയ്ക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. ആരാണ് വരയ്ക്കുന്നത്? ഈ ഞരമ്പ് രോഗികൾ വരയ്ക്കുന്ന ലക്ഷ്മണ രേഖയിലൂടെ ഇവിടുത്തെ സ്ത്രീ സമൂഹം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ നാടെങ്ങോട്ട് പോകും? അല്ല, ഒറ്റ വരി, ദയവായി വരി ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ അടക്കമുള്ള ലിബറലുകളുടെ തെറ്റിദ്ധാരണ. ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് രാവണനെതിരെയാണ്, സീതാദേവിക്ക് വേണ്ടിയാണ്, സീതാദേവിക്കെതിരല്ല. ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് സീതാദേവിക്ക് അനുകൂലമായിട്ടാണ്, രാവണനെതിരെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് സീതാദേവിയെ ചേഞ്ച് ചെയ്യാനാണെന്നുള്ള. അങ്ങനെയല്ല. ലക്ഷ്മണരേഖ സീതയെ ബഹുമാനിക്കുകയും സീതയെ ആദരവുള്ളതുകൊണ്ടും സ്ത്രീകളെ ആദരവുള്ളതുകൊണ്ടുമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരുണ്ട്, അപ്പൊ നമ്മുടെ ഇത്തരം വാദഗതികളിൽ നിന്നും തുടങ്ങിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവർ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ള ഒരു ഗതികേട്. ഈ സ്ത്രീ എന്താണ് ഒരു വേള ഒരു ഡിപ്രഷന് പോലും മരുന്ന് കഴിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവളുടെ ഒരു അവസ്ഥ
അവസ്ഥയാണത്. ആ അവസ്ഥ അഡ്രസ് ചെയ്യാൻ രാഹുൽ ഈശ്വറിന്റെ ഒന്നും തോന്നില്ല. തെല്ലുപോലും കഠിന ഹൃദയനാണോ താങ്കൾ? അയ്യോ, ഒരിക്കലുമല്ല. ഹണി റോസിനെ ബഹുമാനവും ഇഷ്ടവുമാണ്, ആദരവാണ്. അവരുടെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. നല്ല അഭിനേത്രിയാണ്. ഇനിയും ഒരുപാട് കലാരംഗത്ത് വളരാനുള്ള വ്യക്തിയാണ്. അവർക്ക് ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഒരു വർഷം മറ്റേ വ്യക്തി അല്ലെങ്കിൽ ബോച്ചയെ ജയിലിൽ ഇട്ടുകൊണ്ടാണോ അത് ചെയ്യേണ്ടത്? ഒരു വർഷം ബോച്ചയെ ജയിലിൽ ഇടണമെന്ന് നമ്മുടെ ഹണി റോസിന് അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല ഹണി റോസിന്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ തമാശക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ്വയാർത്ഥത്തിനോ ഒരു മനോഗതിയോ അവരനുഭവിക്കുന്ന ദുഃഖങ്ങളോ അവരെല്ലാം ദുഃഖഭാരത്തിലൂടെയാണ് പോകുന്നതെന്നൊന്നും അറിയാതെ അങ്ങ് മാപ്പ് പറയണമെന്ന് ഒരു ഏകപക്ഷീയമായി താങ്കൾ പറയാൻ പോലും താങ്കൾക്ക് അതുപോലും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. അല്ല, മാപ്പ് ബോച്ചയോടല്ലേ പറയണമെന്ന് പറഞ്ഞത്? ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമല്ലേ? ഈ ഹണി റോസുമായി താങ്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. ഈ ഹണി റോസുമായി താങ്കൾ ആശയവിനിമയം നടത്തി? എനിക്ക് ഹണി റോസിനെ വ്യക്തിപരമായി അറിയില്ല. എന്റെ സുഹൃത്ത് നാഷ് ഖാൻ ഇവരുടെ ആദ്യ സിനിമ അവർ അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ മനോവിഷമത്തെക്കുറിച്ചോ അവർ പറയുന്ന കൺസേണിനെ കുറിച്ചോ രാഹുൽ ഈശ്വറിന് എന്തെങ്കിലും രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയിട്ടുണ്ട്? അവർ പറയുന്ന കൺസേണെ പോലെ തന്നെ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും സമൂഹത്തിൽ കൺസേൺ ഉണ്ടെന്ന് ബഹുമാന പുരസരം ഓർമ്മിപ്പിക്കുന്നു. ബഹുമാന പുരസരം അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും കൺസേൺ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടി അവർ മൈൻഡ്ഫുൾ ആകണം. അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം. ഇപ്പൊ അവരെനിക്കെതിരെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അമ്പലത്തിൽ ഡ്രസ് കോഡ് നിർണ്ണയിക്കുമെന്ന്. അമ്പലത്തിൽ രാഹുൽ ഈശ്വർ അല്ല, നൂറ്റാണ്ടുകളായിട്ട് ഡ്രസ് കോഡ് ഉണ്ട്. എനിക്ക് വത്തിക്കാനിൽ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. പോപ്പിനെ കാണാൻ വത്തിക്കാനിൽ പോയപ്പോൾ അവിടെ പോലും സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അതൊരു മാന്യതയുടെ ഭാഗമാണ്, മര്യാദയുടെ ഭാഗമാണ്, സഭ്യതയുടെ നിമിഷം നമുക്ക് ആ ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാളവിക ബിന്നി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അധ്യാപികയാണ്. മാളവിക ബിന്നി, അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളൊക്കെ നാളെ നിശ്ചയിക്കും നിങ്ങളൊക്കെ എവിടെ യാത്ര ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, പൊതുവേദിയിലൊക്കെ വരുമ്പോൾ ഇന്ന വസ്ത്രം ഇടണം, ഇന്ന വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ അളവിന്റെ ആ അളവിതാണ്, ഇത്ര മീറ്ററിൽ ഇത്ര സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കണം അതിന്റെ ആ തോതും അളവും എന്നൊക്കെ പറഞ്ഞ് ഇനി നടക്കാൻ കഴിയൂ എന്ന ആണോ രാഹുലിന്റെ ഭാഷ മാറുന്നത്? ആണെന്ന് തന്നെയാണ് തോന്നിയത്. നാളെ രാവിലെ രാഹുൽ ഒരു ചാർട്ട് തന്നിരുന്ന ഞങ്ങൾ ഈ കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം അതനുസരിച്ച് ജീവിക്കാമായിരുന്നു. ഇന്ന വസ്ത്രം ഇടാം, ഇന്ന സ്ഥലത്ത് പോകാം, ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന വസ്ത്രം ഇടാവുള്ളൂ, വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ മറ്റൊരു രീതിയിലുള്ള വസ്ത്രം, അങ്ങനെ ഉടനെ തന്നെ ഒരു പട്ടിക തയ്യാറാക്കി കേരളത്തിലെ സ്ത്രീകൾക്ക് വിതരണം ചെയ്യണമെന്ന് ഞാൻ രാഹുലിനോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതിനനുസരിച്ച് ഞങ്ങളെല്ലാം ഇനി ജീവിച്ചോളാമേ. അതുപോലെയാണല്ലോ പറയുന്നത്. മൊറാലിറ്റിയുടെ കോഡ് തീരുമാനിക്കുന്നത് ഇവര്, ഒബ്സീനിറ്റിയുടെ കോഡ് തീരുമാനിക്കുന്നത് ഇവര്. സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് വസ്ത്രം ധരിച്ചുകൂടാ, ഏത് ലിമിറ്റ് വരെ എക്സ്പോസ് ചെയ്യാം, ഏത് ലിമിറ്റ് കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്തുകൂടാ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംഘം പേട്രിയാർക്കിയൽ ഗൂൺസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെയാണല്ലോ രാഹുൽ ഇവിടെ നിൽക്കുന്നത്. അത് എത്ര എന്താ പറയുന്നത്, സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലും ഹാർഷായിട്ട് പറഞ്ഞാലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മളിവിടെ ഓർക്കണം, പലപ്പോഴും റേപ്പ് നടക്കുമ്പോൾ അവൾ ആ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ ആ റേപ്പ് നടന്നത് എന്ന് പറയുന്ന അതേ ലോജിക്കാണ് രാഹുലിന്റെ വായിൽ കൂടെ വരുന്ന ഈ വാക്കുകൾ നമ്മൾ ഓർക്കണം. ഷീ ഈസ് ആസ്കിങ് ഫോർ ഇറ്റ് എന്നുള്ള ലോജിക്ക് തന്നെയാണ്. അതായത് ആ വസ്ത്രം ധരിച്ചാൽ ഇങ്ങനെ പെരുമാറാം എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ വസ്ത്രങ്ങൾക്ക് പരിമിതി ഇല്ലെങ്കിൽ വാക്കുകൾക്കും പരിമിതി കാണില്ല എന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള റേപ്പിസ്റ്റ് ലോജിക്ക് തന്നെയാണ്. അതാണ് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. അതായത് ഒരു സ്ത്രീ, നമ്മളിപ്പം പലപ്പോഴും പറയും, ഒരു സ്ത്രീ ന്യൂഡായിട്ട് പോലും നടക്കുകയാണെങ്കിലും വളരെ ഡീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ സെറ്റ് ഓഫ് പുരുഷന്മാർ നമ്മുടെ ഈ ലോകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കൾച്ചറുകളിലും അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ദിനുവയിൽ പറയുകയുണ്ട്, ആദിവാസി സമൂഹങ്ങൾ എന്താണ് ബ്ലൗസ് ധരിച്ചു തുടങ്ങി, എന്നിട്ട് ആദിവാസി പുരുഷന്മാരെല്ലാം ആദിവാസി സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർക്കൊരു സെൻസ് ഓഫ് ഡീസൻസി ഉണ്ട്, അവർക്ക് മിനിമം ബോധമുണ്ട്. ആ ബോധം മാത്രമാണ് നമ്മളിവിടെ എല്ലാ പുരുഷന്മാരോടും ചോദിക്കുന്നത്. ഇത് ഒരുമാതിരി പുരുഷന്റെ കണ്ണിന് മുഖപടം ഇടേണ്ട സ്ഥലത്ത് സ്ത്രീയുടെ വസ്ത്രത്തിന്റെ മേൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിന്റെ മേൽ മൂടുപടം ഇടേണ്ടി വരുന്നത് വളരെ വളരെ കഷ്ടമാണ്. ആ ലോജിക്കേ കഷ്ടമാണ്. അത് എത്ര നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷയിൽ പറഞ്ഞാലും അത് റേപ്പിസ്റ്റ് ലോജിക്ക് തന്നെയാണ്. ഇപ്പോൾ എന്താണ് ഹണി റോസിന്റെ കാര്യം നമുക്ക് സ്പെസിഫിക് ആയി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേഷൻസ് ആണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കോടതിയിൽ പറയുന്നത് എന്താണ്? 4 മാസം മുൻപാണ് ഒരു കേസിൽ അല്ലെങ്കിൽ അന്ന് ഇതേ ദുരനുഭവം ഉണ്ടായ ആൾ എന്തിന് ഈ പറയുന്ന ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തു? അന്ന് അവിടെ അത്തരത്തിൽ ഒരു തരത്തിലും ഒരു അതൃപ്തിയോ ദുരനുഭവമോ പറഞ്ഞില്ല ആൾ. അപ്പോൾ അതൊരു ബലഹീനതയായി എടുക്കുന്നത് അല്ലെങ്കിൽ അത് നിയമപരമായ ഫോറങ്ങളിൽ പോലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിന്റെ ശരികേടുണ്ടോ? കാരണം സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് അവർ ഉന്നയി. പക്ഷെ അതൊരു 10 വർഷത്തെയും 8 വർഷത്തേക്ക് കേസുകളാണ്.
അതൊരു 10 വർഷത്തെ അവിടെ പോലും ആക്ച്വലി ആ സ്ത്രീയുടെ കൂടെയാണ് നമ്മുടെ ന്യായ വ്യവസ്ഥ നിൽക്കേണ്ടത്. കാരണം ഒരു സ്ത്രീക്ക് എപ്പോഴാണ് ആ ട്രോമയെ അതിജീവിച്ച് അത് തുറന്നു പറയാൻ പറ്റുന്നത് നമുക്കറിയില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ, അതിപ്പം ലൈംഗിക ചൊവ്വയുള്ള സംസാരമാണെങ്കിലും എന്താണ് സെക്ഷൽ അസോൾട്ട് ആണെങ്കിലും ശരി, ഒരുപാട് വർഷങ്ങൾ നമ്മൾ ചിലപ്പം നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അത് നമ്മൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും ഒക്കെ എടുത്തിട്ടാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ അത് കോഗ്നിസൻസിൽ എടുക്കേണ്ട കാര്യമേ അല്ലായിരുന്നു. പക്ഷെ ആ കേസും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം 4 മാസമാണ് ആയിരിക്കുന്നത്. ഇവിടെ ഞാൻ അതിന്റെ 509ന്റെ പരിധിയിലുള്ള ലിമിറ്റേഷൻ നോക്കിയപ്പോഴത്തേക്ക് കാണുന്നത് 6 മാസമാണ് അതിന്റെ ലിമിറ്റേഷൻ. അപ്പൊ പരിധിക്ക് വരുന്നത് തന്നെയാണ് അത്. എന്താണ്, കോടതി മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടാത്ത റിമാർക്കാണ്. കാരണം വളരെ കൃത്യമായിട്ട് ലീഗൽ പ്രൊവിഷൻ പറയുന്നത് 6 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നാണ്. ആ പരിധിക്കുള്ളിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു. 1. 2, അവരൊരു ഇനോഗ്രേഷന് പോയതല്ലേ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇവന്റിന് പോയതല്ലേ, അവരതിന് പൈസ മേടിച്ചിട്ട് പോകുന്നില്ല. അവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് അവരുടെ ഒരു എത്തിക്കൽ കോഡിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇപ്പം നമ്മളാണെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഓർഗനൈസേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസേൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ അവിടെ ഒരു സീൻ ഉണ്ടാക്കാത്തതാണോ ഒരു പ്രശ്നം? അല്ലെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കിയാൽ പിന്നീട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഹണി റോസിനെ അല്ലെങ്കിൽ വേറെ നടിമാരെ വിളിക്കും. അവർ സ്ഥിരം പ്രശ്നക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടും. എന്നിട്ട് അവർക്കുള്ള പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ അവസര നിഷേധത്തിന്റെ വലിയൊരു ലോജിക്കായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇങ്ങനെ നടന്ന, അതായത് സ്ത്രീകളെ പ്രശ്നക്കാരികളാക്കി കാണിക്കുന്ന, പർട്ടിക്കുലർലി നടിമാരെ പ്രശ്നക്കാരികളാക്കി കാണിക്കുന്നത് അവർക്ക് സിനിമയിലും മറ്റു വേദികളിലും അവസരം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വേദിയിൽ അവർ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റീസൺ കാണും. അത് മാത്രമല്ല, പലപ്പോഴും നമുക്കിത് നമ്മളോട് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും. അല്ല, കാരണം ഈ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്ന മെൻ ഹാവ് എന്താ പറയുന്നത്, മൊണോപ്പൊളി ഓവർ ലാംഗ്വേജ്. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പല മാനസികാവസ്ഥയിലൊക്കെ തന്നെയുള്ള. ഞാൻ അങ്ങനെ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ രാഹുൽ ഈശ്വറൊക്കെ നമുക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള ആളാണ്. പക്ഷെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട്, കാരണം ഒരു 1.5 പതിറ്റാണ്ടോ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഈശ്വർ ഈ പറയുന്ന വേട്ടക്കാരനൊപ്പമാണ് എല്ലാ ഇടങ്ങളിലും ഫ്ലോറുകളിലും പ്രത്യക്ഷപ്പെടാറുള്ളത് എന്ന്. ഗോവിന്ദസ്വാമി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അല്ല ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഈശ്വർ പൂർത്തിയാക്കട്ടെ. അപ്പോൾ രാഹുൽ ഇതിൽ നിന്ന് എന്താണ് സാമ്പത്തിക നേട്ടം വല്ലതും ഉണ്ടോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് പലരൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഓപ്പണായിട്ട് അത് ഞാൻ പറഞ്ഞു, ഓപ്പണായിട്ട് ചോദിക്കാമല്ലോ. അപ്പൊ രാഹുൽ ഈശ്വരന്റെ അതിന് മറുപടിയും പറയാമല്ലോ. രാഹുൽ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിർലജ്ജം ഇങ്ങനെ ഈ വേട്ടക്കാർക്ക് വേണ്ടി ഇങ്ങനെ പോയി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുന്നത്? ഇതിൽ വല്ല സാമ്പത്തിക നേട്ടം വല്ല രാഹുലിനുണ്ടോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. പ്രജേഷ്, ആ ചോദ്യത്തിന് നന്ദി. അത് ക്ലിയർ ചെയ്യാനുള്ള അവസരമായിട്ട് ഞാൻ എടുക്കുന്നു. നമ്മുടെ നോർത്ത് ഇന്ത്യൻ മീഡിയ ശശി തരൂർ സാറിനെ ഭാര്യയെ കൊന്നവൻ എന്ന് പറഞ്ഞ് വേട്ടയാടിക്കൊണ്ടേ, നമ്മുടെ മലയാളം മീഡിയ ഒന്നും ചെയ്തില്ല, വലിയ കാര്യം. ശശി തരൂർ സാറിനെ ഏറ്റവും ശക്തമായി ഡിഫെൻഡ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. അതെങ്കിൽ ഷാറൂഖ് ഖാന്റെ മകനെ, നമ്മുടെ ഷാറൂഖ് ഖാന്റെ മകനായതുകൊണ്ട് മാത്രം നോർത്ത് ഇന്ത്യയിലെ മറ്റു പല താല്പര്യങ്ങളും വെച്ച് അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ നാഷണൽ മീഡിയയിൽ ഈ കേരളത്തിൽ നിന്നുള്ള ഞാനാണ് ഏറ്റവും ഡിഫെൻഡ് ചെയ്യാനിരുന്നത്. അല്ലെങ്കിൽ റിയ ചക്രവർത്തി എന്ന് പറയുന്ന സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ഗേൾഫ്രണ്ടിനെ സുശാന്ത് സിംഗ് രാജ്പുട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ അത് കൊലപാതകമാണെന്ന് വരുത്തി തീർത്തി അതിന്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിം ആണെന്ന് പറഞ്ഞുകൊണ്ട് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ ഗേൾഫ്രണ്ടിനെ വേട്ടയാടിയപ്പോഴും രാഹുൽ ഈശ്വറാണ് ഉണ്ടായിരുന്നത്. ഇനി അങ്ങ് നോക്കൂ, രാഹുൽ ഈശ്വർ എടുത്ത നിലപാടുകളല്ലേ എല്ലാ കാര്യത്തിലും ശരിയായത്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ എന്തായി, വിജയബാബുവിന്റെ കാര്യത്തിൽ എന്തായി, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്തായി? ഈ കാര്യങ്ങളിലെല്ലാം രാഹുൽ ഈശ്വരത്തെ നിലപാട് ശരിയും മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്ത നിലപാട് തെറ്റുമായിരുന്നു. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ഒന്നേക്ക് കാണാം. പ്രത്യേകിച്ച് എന്തെങ്കിലും മാസ്മരിക ശക്തി വല്ലതും രാഹുലിനുണ്ടോ? അതായത് ഇത്തരം ആളുകളൊക്കെ കോടതിയിലേക്ക് പോകുന്നതിന് മുൻപേ രാഹുല് പറയുകയാണ് അവരുടെ ഉച്ച നോക്കി അങ്ങ് ഗണിക്കുകയാണ് ഇവർ നിരപരാധിയാണ്. അങ്ങനെ എന്തെങ്കിലും മാസ്മരിക ശക്തി വല്ലതും രാഹുലിനുണ്ടോ? ഇല്ല സാർ, ഞാൻ എനിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്. അതെന്താണെന്ന് അറിയാം, എനിക്കൊരു സൂപ്പർ പവർ ആണുള്ളത്. അത് കോമൺ സെൻസ് ആണ്. അതായത് വിജയബാബുവിന്റെ കൂടെ 2 മാസം ബന്ധം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ദിവസം രാവിലെ എണീച്ച് അയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഹോട്ടലിൽ പോകുമ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തെ CCTV കൂടെ കാണണം. അതായത് ഈ പെൺകുട്ടിയും ആ താരവും കൂടി ഹോട്ടലിലേക്ക് കയറി പോകുന്ന CCTV ഉണ്ടെന്ന് പോലീസുകാരും പത്രക്കാരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരിച്ചിറങ്ങി വരുന്ന CCTV നോക്കിയാൽ പോലെ അവർ തമ്മിൽ സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നെങ്കിൽ പ്രത്യേകിച്ച് റേപ്പൊന്നും നടന്നില്ല
നടന്നിട്ടില്ലല്ലോ എന്ന് കരുതാമെന്ന് പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ വെറും കഥകൾ പറയുകയാണ്. ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത് കള്ളത്തരമാണ് എന്ന് തുറന്നു പറയാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. ഇത് ശ്രീ പ്രജീഷിനുമുണ്ട്. പക്ഷേ ലിബറൽ കൈകടികൾക്ക് വേണ്ടി, സ്ത്രീകളുടെ കൈകടികൾക്ക് വേണ്ടി, സ്ത്രീകളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന തെറ്റിദ്ധാരണകളിൽ നിങ്ങൾ പുരുഷന്മാരെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരെ താഴ്ത്തി കാണിക്കുകയാണ്. നാളെ ശ്രീ പ്രജീഷിന് ഈ പ്രശ്നം വന്നാലും രാഹുൽ ഈശ്വറിന് പ്രശ്നം വന്നാലും നമ്മളോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. കാര്യം നമ്മളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കയറ്റി ജയിലിൽ ഇട്ട് കയ്യടി നേടുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നത്. ആ സംസ്കാരത്തിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. നാളെ എനിക്കെതിരെയൊക്കെ അങ്ങനെ ഒരു കള്ളക്കേസ് വന്നാൽ ജയിലിൽ കിടക്കും. ഇപ്പം ശ്രീ സിദ്ദിഖ് സുപ്രീം കോടതി പോയതുപോലെ കാശൊന്നും നമ്മുടെ ആരുടെയും കാണില്ല. അങ്ങനെ എത്രയോ പുരുഷന്മാരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അറിയാമോ? ഈ ടെക്നോ പാർക്കിലടക്കം അങ്ങനെ വ്യാജ പരാതികളുടെ പേരിൽ എത്ര പുരുഷന്മാരുടെ ജീവിതവും കരിയറും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അതുൽ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തത്. ആ മനസ്സിന്റെ വിശാലതയൊന്നും സ്ത്രീ ഹൃദയങ്ങളോട് കാണുന്നില്ലല്ലോ, തെല്ല് പോലും എന്നുള്ളതാണ് താങ്കൾക്ക് എതിരെ വരുന്ന വിമർശനങ്ങൾ. സ്വാഭാവികം അതാണ് ഇന്ന് ഹണി റോസും ഇന്ന് ഒരർത്ഥത്തിൽ ചോദിച്ച് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത ശേഷം അതിവേഗം ചർച്ചകളിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഹണി റോസ് പറഞ്ഞ് ഇന്ന് വിമർശനമായി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നത് താങ്കൾ കേട്ട് കാണാം. അതിന്റെ പൂർണ്ണമായും അത് വായിച്ചു കാണുമെന്ന് പറയുന്നു. താങ്കൾ ഇന്നലെ പറഞ്ഞ കാര്യം, ഹണി റോസ് അവരുടെ വിപണന സാധ്യത നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് തന്ത്രം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഹണി റോസ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തൊഴിൽപരമായിട്ടുള്ള അവരുടെ സാധ്യതകൾ ഒരു വ്യക്തിക്ക് തേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ രാഹുലിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്താം. അതിന് മുമ്പ് മാളവിക ബിന്നിയിലേക്ക് ഒന്ന് പോയ ശേഷം മാളവിക ബിന്നി, രാഹുൽ പറഞ്ഞല്ലോ, രാഹുലിന്റെ സാമാന്യവത്കരണം കേട്ടുവല്ലോ. കാരണം പലർക്കും നീതി നിഷേധിക്കപ്പെട്ടേക്കാമെന്ന ബോധ്യം അല്ലെങ്കിൽ ഉൾക്കാഴ്ച ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പലർക്കും വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി വിലപിക്കുന്നവർ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സാമാന്യവൽക്കരണം കാലത്ത് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും വേണ്ടേ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ഇദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതായത് വളരെ ഡീസെന്റ് ആയിട്ടുള്ള പുരുഷന്മാരിൽ പോലും ഈ ഒരു ഉത്കണ്ഠ, പുരുഷന്മാർക്ക് വേണ്ടി ആരുമില്ലേ, സമൂഹം തന്നെ പേട്രിയാർക്കലായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഉത്കണ്ഠ പറയുന്നത് എന്നുള്ളത് വളരെ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ല, ഇദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടിയല്ല വാദിക്കുന്നത്, ഇദ്ദേഹം പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഇദ്ദേഹം വഷളന്മാർക്കും ആഭാസന്മാർക്കും വേണ്ടിയാണ് വാദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ഒരു സെറ്റ് ഓഫ് പുരുഷന്മാരും ഇദ്ദേഹത്തിന് സ്പോക്സ് പേഴ്സൺ ആക്കിയിട്ടില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇങ്ങനെ TV ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് പുരുഷന്മാരുടെ മുഴുവൻ വക്താവായിട്ട് കാണിക്കുന്നത് പുരുഷന്മാർക്ക് അപമാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചോദ്യം രാഹുലിന് ചോദിക്കാണ്ട് രാഹുൽ ചോദിച്ചു പോകാം. എത്തുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാനുണ്ട്. ഞാൻ ഒരു ചോദ്യം മാത്രം മാഡം കൺസൾട്ട് ചെയ്യുമെങ്കിൽ ഒരു ഭാഷ ഈ ഉള്ള ഒരു വേദിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. വീണ്ടും ഈ ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞൊരു ജീർണിച്ച് പഴഞ്ചൻ കോൺസെപ്റ്റിനെ മെയിൻ സ്ട്രീം മീഡിയ വഴി വീണ്ടും പറയുകയാണ്. അതായത് ഇദ്ദേഹം ഇത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഒരു ലക്ഷ്മണ രേഖയുണ്ട്, അത് നിങ്ങൾ പാലിക്കൂ എന്നാണ് വീണ്ടും പറയുന്നത്. ആ വാക്ക് പോലും ഉപേക്ഷിക്കപ്പെടേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് വീണ്ടും ഇങ്ങനെയുള്ള ബ്രാഹ്മണ്യ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജീർണ ഭാഷ യൂസ് ചെയ്യുന്നത്. അതൊക്കെ മലയാള ഭാഷയിൽ നിന്നും എല്ലാ ഭാഷയിൽ നിന്നും എടുത്ത് കളയണ്ടേ? ഇങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ കേൾക്കാം. ഒരൊറ്റ ചോദ്യം, രാഹുൽ ഈശ്വറിനെ ഒരു പുരുഷനും പുരുഷന്റെ വക്താവായി വെച്ചിട്ടില്ല. മാളവിക ബെന്നി മാഡത്തെ ഏതെങ്കിലും സ്ത്രീകളുടെ വക്താവായി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ മാളവിക ബെന്നി എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുന്നതെന്ന് പറയുന്നില്ല. എല്ലാ സ്ത്രീകളിലും ഇങ്ങനെ ഉൾക്കൊണ്ടേണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഒരു തെറ്റായിട്ടുള്ള ഒരു പുരുഷ ആങ്സൈറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എടുക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ, എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ഒരു കോട്ട് ട്രാപ്പിൽ ചെന്ന് വീഴാം. എല്ലാം അങ്ങനെ ഒരു ആങ്സൈറ്റിയുടെ ആവശ്യം പോലും ഇല്ല. ഇഫ് യു ട്രസ്റ്റ് വിമൻ, ഇഫ് യു ട്രസ്റ്റ് ഇൻ ദി ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി. പക്ഷെ ഇതിന്റെ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വരി കൂടി മാഡത്തിന് പറഞ്ഞല്ലോ നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റും നിങ്ങളുടെ മനസ്സിലൊരു ആഭാസനും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങാനും ഇനി ഫ്യൂച്ചറിൽ പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ഇങ്ങനെ ഞാനും അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ഉത്കണ്ഠ, അങ്ങനെ ഒരു കേസ് വരാൻ ഒരു സാഹചര്യം ഉണ്ട് എന്ന് രാഹുലിന് കൃത്യമായിട്ട് അറിയാം. കാരണം രാഹുൽ ഇങ്ങനെ റേപ്പ് അനുകൂലിയായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്താഗതികൾ നിങ്ങൾ വീണ്ടും ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്.
ശരി, മറുപടി. അതുകൊണ്ടാണ് ഞാൻ നാളെ ഒരു വഷളത്തരം പറഞ്ഞു പോയത്. നാളെ ഞാൻ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയ ഞാനും ഇത് അനുഭവിക്കേണ്ടി വരും. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബോച്ചയ്ക്ക് 1 വർഷം ജയിലിൽ കിടക്കണം എന്ന് തന്നെ നമ്മൾ വാദിക്കുന്നത്. ഇത് കാരണം തന്നെയാണ്. അങ്ങനെ ഒരു സ്ത്രീക്കും ഒരു ലോഡ് കമന്റ് അല്ലെങ്കിൽ ഒരു അശ്ലീല ചൊവ്വയുള്ള ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു കമന്റ് കേൾക്കേണ്ടി വരരുത്. ആ ഒരു ട്രോമയിലൂടെ ഒരു സ്ത്രീ പോകേണ്ടി വരരുത്. താങ്കൾ കാണുന്ന മൊറാലിറ്റി, അതായത് സ്ത്രീകൾക്കൊരു ചതുരംഗ പലകയിൽ താങ്കൾ ഇങ്ങനെ വരച്ചിടുന്ന ആ രേഖയുണ്ടല്ലോ, ലക്ഷ്മരേഖയുണ്ടല്ലോ, അത് ഈ പുരുഷന്മാരുടെ കാര്യത്തിൽ താങ്കൾ അത് കാണുന്നില്ലേ? പുരുഷന് എന്തുമാകാം. ശ്രീത ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ചിലർ പറയുന്നത് പോലെ അങ്ങ് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല സാറേ. ശരി പ്രജീഷ്, ഒരു കാര്യം കൂടി. 3 തവണ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് മാളവിക ബെന്നി മാഡം എന്നെ കുറിച്ച് പറഞ്ഞു. ഇത് ഞാൻ മാളവിക ബെന്നി മാഡത്തെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പ്രജീഷ് ഇടപെടുമായിരുന്നല്ലോ. പക്ഷെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറഞ്ഞു ഇടപെട്ടില്ല. അത് തന്നെയാണ് ഇരട്ടത്താപ്പ്. അതായത് വ്യക്തിപരമായി പറഞ്ഞോട്ടെ മാഡം പറഞ്ഞോട്ടെ മാഡം പറഞ്ഞോട്ടെ മാഡം പറഞ്ഞോട്ടെ മാഡം പറഞ്ഞോട്ടെ മാഡം മാഡത്തിനെക്കാട്ടി ബഹളം എനിക്ക് വെക്കാൻ അറിയില്ല. മാഡത്തെക്കാട്ടി എനിക്ക് സൗണ്ട് എനിക്ക് വെക്കാൻ അറിയില്ലേ? മാളവിക ബെന്നി മാഡത്തിന് കഴിവുണ്ട്, എന്നെക്കാട്ടി സൗണ്ട് മാഡത്തിനുണ്ടെന്നും മാളവിക മാഡത്തിന് എന്നെക്കാട്ടി സൗണ്ട് ഉണ്ടെന്നും എന്നെക്കാട്ടി കൂടുതൽ ഉയർത്തി സംസാരിക്കാൻ കഴിയുമെന്നും മാഡം കരുതുന്നുണ്ടോ? മാഡം മര്യാദ കാണിക്കും. മാഡം മര്യാദ കാണിക്കും. മാളവിക ബെന്നി മാഡം മര്യാദ കാണിക്കും. മാളവിക ബെന്നി മാഡം മര്യാദ കാണിക്കും. മാളവിക ബെന്നി മാഡം മര്യാദ ആദ്യം എന്റെ മറുപടി കേട്ടിട്ട് മാളവിക ബെന്നി മാഡം മനസ്സിലാക്കേണ്ടത് മാഡത്തെക്കാൾ കൂടുതൽ ഭാഷയും മാഡത്തെക്കാൾ കൂടുതൽ സ്വരവും മാഡത്തെക്കാൾ കൂടുതൽ ഉയരത്തിലും ഉച്ചത്തിലും സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ എന്റെ അവസരത്തിൽ എങ്ങനെ കയറി സംസാരിക്കാൻ എനിക്കുള്ള മാന്യത കാണിക്കണം. മാന്യത നിങ്ങൾ കാണിക്കണം. മാന്യത നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചാടുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ പേടിയുള്ളത് കൊണ്ടാണ് ചാടുന്നത്. കാണുന്ന പ്രേക്ഷകർ നോക്കൂ, പ്രജീഷ് പോലും ഇടയ്ക്ക് ഇടപെടുന്നില്ല. പ്രജീഷ് പോലും ഇടയ്ക്ക് ഇടപെടുന്നില്ല. യഥാർത്ഥത്തിൽ മാളവിക ബെന്നിക്ക് ഞാൻ പറയുന്ന വാദഗതികളെ പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ പറയുന്ന വാദഗതികൾക്ക് മൂർച്ചയുള്ള മറുപടികളോ വസ്തുതാപരമായ മറുപടികളോ ഇല്ലാത്തത് കൊണ്ട് എന്റെ അവസരത്തിൽ കയറി ബഹളം വെക്കുകയാണ്. മാഡം അറിഞ്ഞിരിക്കേണ്ടത് മാഡത്തെക്കാൾ ബഹളം വെക്കാൻ എനിക്ക് കഴിവുണ്ട്. ചെയ്യാതിരിക്കുന്നത് മാന്യത കൊണ്ടാണ്. കണ്ടോ, വീണ്ടും മാഡം കാണിക്കാതിരിക്കുന്നത്. മാളവിക മാഡത്തിന് പേടിയാണെങ്കിൽ അത് നാട്ടുകാർക്ക് മനസ്സിലാവും. വീണ്ടും നോക്കുക, എനിക്ക് ദേഷ്യം വരും. കാരണം നാളെ ഞാനൊരുകൊണ്ടാണ് തടയാത്തത്. എന്തുകൊണ്ടാണ് പ്രതീക്ഷ തടയാത്തത്? എന്റെ പറയട്ടെ മാളവിക മാഡം പറയട്ടെ. രാഹുൽ ഈശ്വർ മറുപടി പറഞ്ഞോട്ടെ. 30 സെക്കൻഡ് ഞാൻ എടുക്കും. മാളവിക ബെന്നിക്ക് ഞാൻ പറയുന്ന വാദഗതികളോട് പേടിയാണ്. കാര്യം അവർക്ക് സബ്സ്റ്റൻസ് ഉള്ള ഒരു ആർഗ്യുമെന്റും പറയാനില്ല. അതുകൊണ്ട് കിടന്ന് ബഹളം വെക്കുക. പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞു. മാഡത്തെ കുറിച്ച് ഇതേപോലെ ശക്തമായ ഒരു വാക്ക് എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടാണോ? പക്ഷെ ഞാൻ പറയാത്തത് എന്റെ മാന്യതയാണ്. ഈ മാന്യത പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകൾക്കില്ല. ഈ തീവ്ര ഫെമിനാസികൾ പലപ്പോഴും ഈ രീതിയിലുള്ള ആംഗിളിൽ സംസാരിച്ച് പുരുഷന്മാരെല്ലാം മോശമാണ് ചിത്രീകരിക്കുകയാണ്. മാഡം ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞതെല്ലാം ശരി. മാഡം 30 സെക്കൻഡ് ആയില്ല. പുരുഷന്മാർ നേരിടുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്. കാരണം നാട്ടിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. യുവാക്കളൊക്കെ തെരുവിൽ കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. നാട്ടിൽ എന്താ പറയാ, വാഹനാപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ പുരുഷന്മാരൊക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അഡ്രസ് ചെയ്യാതെ വളരെ സെലക്റ്റീവായിട്ട് ഇപ്പറയുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം പോലീസിന് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട്. അവർ കേസെടുത്ത ഉടൻ തന്നെ അവർക്ക് മുന്നേ താങ്കൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങുകയാണ് പല ഫോറങ്ങളിലേക്ക്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം എന്താണ് എന്ന് കൂടിയാണ് മാളവിയെ പോലെയുള്ളവർ ചോദിച്ചത്. അതേ ചോദ്യമാണ് ഹണി റോസ് എന്ന് ചോദിച്ചതും. മാളവിക മാഡത്തിന്റെ വാദങ്ങൾ തകർന്നടിയിൽ ഇല്ലാതാകുമ്പോൾ അങ്ങ് കയറി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ വാദഗതികൾ ശാലമാണ്, ആഴമില്ലാത്തതാണ്. അതായത് മാളവിക മാഡത്തിന്റെ എന്റെ കയ്യിൽ ടൈമർ വെച്ച് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. 30 സെക്കൻഡ് എനിക്ക് തന്നാൽ മതി. അതുവരെ ആരും മിണ്ടരുത്. മാളവിക മാഡത്തിന്റെ ആഴവും സബ്സ്റ്റൻസും ഇല്ലാത്ത വാദങ്ങൾ തകർന്നു വീഴുമ്പോൾ പ്രജീഷ് ചാടി വീഴുന്നത് പ്രജീഷിനറിയാം അപ്പുറത്തെ ഭാഗം പറയുന്നതിൽ ഒരു മെറിട്ടുമില്ല.
ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലെ പേജ് എടുത്ത് നോക്കിയാൽ മതി ആരെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ലക്ഷ്മണരേഖയെ കുറിച്ചൊരു കാര്യം, നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജിൽ പോലും ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും ചിത്രങ്ങളാണ് ഇരിക്കുന്നത്. ഇന്ത്യ രാമരാജ്യമാവണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് രാമായണവും ലക്ഷ്മണരേഖയും എക്കാലത്തേക്കും ലക്ഷ്മണരേഖയൊന്നും ഈ നികൃഷ്ടമായ കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കില്ലേ രാഹുലെ? രാമായണവും പരിപാവനമായ രാമായണത്തെയും അല്ലെങ്കിൽ ലക്ഷ്മണനെയും ശ്രീരാമനെയും ഒന്നും ഈ നികൃഷ്ടമായ കാര്യങ്ങളിലേക്ക് ദൈവം ചെയ്ത് വലിച്ചിടമായ കാര്യമാണ് സാർ. എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ വേണമെന്ന് എന്റെ വാദഗതിയെ ഖണ്ഡിക്കാൻ മാളവിക മാഡം ഒരു പോയിന്റ് പറഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പോയിന്റ് പറഞ്ഞതല്ലേ? അപ്പൊ ഇനി യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നോക്കുക, കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ നിലപാടുകളാണോ ശരിയായി വന്നത്? രാഹുൽ ഈശ്വർ പറഞ്ഞ ശരിയായാണോ? മാഡം അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കും ഇടയ്ക്ക് കയറി പറയാമല്ലോ. അങ്ങനെ നമ്മൾ രണ്ടും പറയുന്ന നാട്ടുകാർ കേൾക്കില്ല. ഒരൊറ്റ വരിയിൽ അവസാനിക്കാൻ ശേഷം മാഡം 30 സെക്കൻഡ് എടുത്തോളൂ. ഒരൊറ്റ വരിയിൽ അവസാനിപ്പിക്കാൻ മാഡം ഒരൊറ്റ വരി മാഡം അതിനുശേഷം 30 സെക്കൻഡ് എടുത്തോളൂ. കഴിഞ്ഞ ഒരു വർഷമോ 2 വർഷമായി നടന്ന എല്ലാ കേസുകളും എടുത്തു നോക്കുക. സിദ്ദിഖിന്റെ, ദിലീപിന്റെ, ഒമർ ലുലുവിന്റെ, എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കം കേസുകൾ എടുത്തു നോക്കുക. രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയും ഈ ഫെമിനാസികൾ പറഞ്ഞത് തെറ്റുമാണ്. അതിപ്പോ വരുമല്ലോ, സമ്പൂർണ്ണ മെറിറ്റ് വന്നിട്ടില്ല. എന്താണ് കേവലമായിട്ടുള്ള ഒരു ജാമ്യ ഹർജിയോ അല്ലെ കസ്റ്റോഡിയൽ ആവശ്യം ഇന്റർഗേഷനുമായിട്ട് അതിന്റെ അപേക്ഷയുമായിട്ട് ചെല്ലുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ കോടതി അതിന്റെ കാര്യങ്ങൾ, അല്ലാതെ ഇത് സംഭവിച്ചതേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു മെറിറ്റ് ഇല്ലാത്ത കേസ് പറഞ്ഞിട്ടില്ല കോടതി. കഴിഞ്ഞ 2 വർഷത്തെ കാര്യമല്ലേ പറഞ്ഞത്? ബോച്ചയുടെ കാര്യമല്ല പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷത്തെ കാര്യമല്ലേ പറഞ്ഞത്? നിങ്ങളുടെ 30 സെക്കൻഡ് കഴിഞ്ഞില്ലേ രാഹുൽ? ഇനി ഞാൻ സംസാരിച്ചോട്ടെ. നമുക്ക് അടിയന്തരമായ ഒരു ഇടവേള എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. അടിയന്തരമായ ഒരു ഇടവേള എടുത്ത ശേഷം നമുക്ക് അതിവേഗം അതിഥികളിലേക്ക് എത്താം. കോടതിയിലുള്ള അപ്ഡേറ്റും നോക്കാം.